എന്തായാലും ബാക്ക് ടു ബറോസ്. അനീഷേട്ടൻ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ പറ്റി ചോദിക്കാതെ വിടാനേ പറ്റത്തില്ല. ഇപ്പൊ പണ്ട് വരവേൽപ്പിന്റെ ഷൂട്ടിനിടയിൽ ഇന്നസെന്റ് സാറ് സത്യനന്ദിക്കാട് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവനൊരു നടനായിരുന്നില്ലെങ്കിൽ എന്താ ഒരു സ്റ്റണ്ട് മാസ്റ്റർ, അതായത് ആ മൂവിയിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് ലാലേട്ടനായിരുന്നല്ലോ. അതുപോലെ ലാലേട്ടൻ്റെ എല്ലാ ഫേസസ്, ഇപ്പം അഭിനയമായാലും സ്റ്റണ്ടായാലും ഒരു ഗായകനായാലും ഡാൻസറായിട്ടൊക്കെ അനീഷേട്ടൻ കൂടെ നിന്ന് ഇത്രയും കൊല്ലം കണ്ടിട്ടുണ്ട്. അപ്പം ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് ലാലേട്ടൻ്റെ ആദ്യ സംവിധാനത്തിനെ കാണുന്നത്? സാറിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും സാറ് അഭിനയിച്ച് കഴിഞ്ഞിട്ട് സാറ് വന്ന് മോണിറ്ററിൽ നോക്കും. സാറ് വന്ന് മോണിറ്ററിൽ നോക്കും. സാർ എന്നെ പറയും നന്നായിട്ടില്ല, ഞാൻ ഒന്നും കൂടെ പോയി ചെയ്യാല്ലേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീണ്ടും ചെയ്യുന്നു. അപ്പം അതെന്താണ് തിരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ എനിക്കൊരു 10 ദിവസം വേണ്ടി വന്നു. എന്തുകൊണ്ടാണ് സാറിനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാനല്ല ആര് നോക്കിയാലും അത് ഓക്കെയാണ്. അങ്ങനെ സാറ് ചെയ്ത് വരുന്നത്. പക്ഷെ സാറ് വളരെ മൈന്യൂട്ടായിട്ട്, പിന്നെ സാറിൻ്റെ ഒക്കെ ഒരു ഈ കണ്ടിന്യൂറ്റി എന്ന് പറയും സിനിമയിലെ. അപ്പോൾ ഒരു ഷോട്ടിൻ്റെ ബാലൻസ് എടുക്കുമ്പോൾ അതിലെന്താണ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഭയങ്കര മെമ്മറി പവറാണ്. ഞാൻ അന്ന് ഈ കയ്യിലല്ലേ പൂ പിടിച്ച്, ഇതിലല്ലല്ലോ. അപ്പോൾ അസിസ്റ്റന്റ് ഇല്ല സാർ ഇതിൽ അല്ല ഇതിലാണ്. ലാപ്ടോപ്പ് എടുത്തിട്ടൊരു ലാപ്ടോപ്പ് നോക്കുമ്പോൾ സാറ് പറഞ്ഞായിരിക്കും ശരി. അതൊക്കെ ഈ വർക്കിൻ്റെ എക്സ്പീരിയൻസ് ആണ് സാറിൻ്റെ. അപ്പം സാറ് ഡയറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. സാറ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാറ് ആക്ഷൻ പറയുന്നേക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ മറ്റേ അലറി പൊളിച്ച് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സാറ് ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ അറിയാണ്ട് അഭിനയിച്ചു പോകും. അത്രയും സ്മൂത്തായിട്ട് ആക്ഷൻ. അപ്പം ഞാൻ ഫസ്റ്റ് സാറ് ഫോട്ടോ വെച്ചില്ലേ ഫസ്റ്റ് ഷെഡ്യൂളിൽ സാർ ഇവിടെ ആക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും വൃത്തിയുള്ള ആക്ഷൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ല. കാരണം ഈ മൈക്കൊക്കെ സ്പീക്കേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കല്ലേ, അത്ര ക്യൂട്ടായിട്ടാണ് ആക്ഷൻ പറയുന്ന പോലെ. അത് സാർ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആക്ഷൻ കേട്ടിട്ട് മുന്നിലുള്ള ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ടാവരുത്. പ്രത്യേകിച്ച് സാറിങ്ങനെ ഒരു ബ്രാൻഡിൽ നിൽക്കുന്ന ഒരാൾ, ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ സാറിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ നിൽക്കണമെങ്കിൽ അയക്ക് ശബ്ദവും വരില്ല, ഒന്നും വരില്ല. അപ്പം അത് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അധിക സമയം മൈക്കൊക്കെ മാറ്റി വെച്ച് ആക്ഷൻ പറയണത് കേൾക്കാം. ഈ ആക്ഷൻ കൊടുക്കുന്ന അവിടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടോ, നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ചെയ്യാതെ ഈ ഭൂമിയെ പോലും വേദനിപ്പിക്കാതെ നടക്കാന്ന് പറഞ്ഞൊരു പ്രകൃതമാണ് സാറിൻ്റെ. അപ്പം അതാണ് സാറിന് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഷെഡ്യൂള് പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്ന ഷെഡ്യൂളാണ്. ഞങ്ങൾ ഫോട്ടോ വെച്ച് ഷൂട്ടിങ് തുടങ്ങി. അന്ന് ഒരു ഹോളിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി കുറച്ച് ലേറ്റായി. നമ്മളങ്ങനെ ഷൂട്ട് തുടങ്ങാൻ എന്തൊക്കെയോ കാരണം കൊണ്ട് ലേറ്റായപ്പോൾ ഈ കുട്ടി തല കറങ്ങി വീണു. നിലത്തേക്ക് വീണപ്പോൾ സാറ് ഭയങ്കര ടെൻഷനായി. സാറ് അയ്യോ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. കുട്ടി ശരിയായി ഓക്കെ ആയി വരുന്നില്ല. കുട്ടി എന്താ ഫുഡ് കഴിച്ചിട്ടില്ല തോന്നുന്നു. പിന്നെയും സമയമെടുത്തപ്പോൾ ഈ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, സാറേ നമുക്ക് വേറെ കുട്ടിയുണ്ട്, നമുക്ക് വേറെ കുട്ടീനെ വെച്ചിട്ട്, കാരണം ആ കുട്ടി ബാക്കിൽ നിൽക്കുന്നതാ, വേറെ കുട്ടീനെ വെച്ചിട്ട് ചെയ്യാം. അയ്യോ അത് വേണ്ട, ആ കുട്ടിക്ക് അത് ഭയങ്കര വിഷമാവില്ലേ, നമ്മൾ അവരെ കൊണ്ടുവന്നല്ലേ അഭിനയിക്കാൻ. അതൊന്നും വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന് 12 മണി 1 മണിയായപ്പോൾ സാറാ ഷോട്ട് എടുത്തു. സാറിന് ആരും വേദനിപ്പിക്കൊന്നും ഇഷ്ടമല്ല. ഈവൻ ഞാനാണെങ്കിൽ പോലും നമുക്കിത് ഷൂട്ട് പോകണമല്ലോ, ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും സ്പേസ് കൊടുക്കുക, ഇപ്പോൾ പോട്ടെ, അങ്ങനെയൊന്നുമല്ല, ഇരിക്കാം നമുക്കിരിക്കാം, ആ കുട്ടി ഓക്കെ ആവട്ടെ, പാവം കുട്ടിയല്ലേ. ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞു. പൃഥ്വിരാജ് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പൊ അതിന്റെ ഒരു റീപ്ലേസ്മെന്റ് അതേ എന്താ പറയുക സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊന്നും ഞാൻ പറയില്ല, അതൊന്നും എൻ്റെ ഏരിയ അല്ല. പകരം ഒരാളുണ്ട് സിനിമയിൽ, അതെന്തായാലും ആ കഥ തന്നെയല്ലേ, അപ്പൊ ആളുണ്ട്. ട്രെയിലറിലൊന്നും ഇല്ലല്ല, അതാരും എന്തെന്നൊന്നും അതൊക്കെ എന്നെ സീക്രട്ട് ആണ്. ഓക്കെ, ഇപ്പോൾ അനീഷേട്ടൻ ഇപ്പോൾ ഈ ലെവലിൽ എത്താൻ കാരണം അല്ലെങ്കിൽ ഒരു പ്രചോദനം ലാലേട്ടൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. കാരണം ഫോട്ടോഗ്രാഫി പഠിച്ചത് ലാലേട്ടൻ്റെ അടുത്ത് എത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ്. എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരന് ലാലേട്ടൻ്റെ അടുത്ത് എത്താന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ദൂരം തന്നെ ഉണ്ട്. എന്ത് മനസ്സുറപ്പിലായിരുന്നു അന്ന് മുന്നോട്ട് പോയത്? അപ്പം ശരിക്കും നമുക്ക് ഒരു കാര്യത്തിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ സിനിമേനെ വലിയ ഇഷ്ടവും. ഞാൻ അന്ന് വായിച്ചിരുന്ന നാന ഫിലിം വീക്കിലൊക്കെയാണ് വായിച്ചത്, ഓരോരുത്തർ എങ്ങനെ സിനിമയിലെത്തി എന്നൊക്കെ. അങ്ങനെയൊക്കെ ഈ ബ്ലഡിൽ കയറിപ്പോയതാണ്. ഇപ്പോൾ ലാൽ സാറിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിടിച്ച് എന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് പണ്ടൊക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാണ്, എത്രയോ ദൂരമാണ്. പ്രത്യേകിച്ച് ഞാൻ നീലഗിരി വയനാട് ബോർഡറിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഒരുപാട് ദൂരമാണ് ലാൽ സാറിലേക്ക്, സിനിമയിലേക്ക്. നാട്ടിൽ പ്രോപ്പറായിട്ടൊരു തിയേറ്റർ ഇല്ല. അപ്പം ഇത് ഈ തിരശ്ശീലയിൽ കാണുന്ന മോഹൻലാലിനെയാണ് എല്ലാവർക്കും അറിയുള്ളൂ. അങ്ങനെയുള്ള ഞാൻ
അവിടുന്ന് എത്തിയത് ഫോട്ടോഗ്രാഫി പഠിക്കുക വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ്, എനിക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ അറിയാം. അപ്പോൾ അതെനിക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് കുറച്ച് ഗുണം ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു എക്യുപ്മെൻ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ. അപ്പോൾ ഈ ഫ്രെയിം സെൻസ്, കളർ സെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് എനിക്ക് കിട്ടി. അതുള്ളത് കൊണ്ട്, പെയിൻറ്റിങ്ങിനെ കുറിച്ചൊരു ധാരണയുള്ളത് കൊണ്ട്. പിന്നെ ലാൽ സാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ്, ഞാൻ എത്തി. ഇപ്പോൾ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയിൽ ലൊക്കേഷനിലെത്തി. സാറിനെ ഞാൻ കാണുന്നുണ്ട്, സാറിൻ്റെ വിരലുകൾ നോക്കുന്നുണ്ട്, കാല് നോക്കുന്നുണ്ട്, കൈ നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. സാറ് ഇവൻ ആരാണ് ഇവൻ ഇങ്ങനെ നോക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കാം. പൈങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒറ്റപ്പാലത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ സീമ അവരൊക്കെ ഉണ്ട് അന്ന്. അപ്പം രവിവർമ്മൻ എന്ന് പറഞ്ഞ ആളാണ് ക്യാമറ ചെയ്യുന്നത് തോന്നുന്നു, കിളിച്ചുണ്ടൻ മാമ്പഴം. അപ്പം പ്രിയൻ സാറ്. അപ്പം അവിടെ വെച്ച് ഞാൻ അതിന് ശേഷം പിന്നെ പരദേശിയാണ് തോന്നുന്നത്, ഏതോ സിനിമകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഞാൻ ഏതോ കുറച്ച് ചിത്രങ്ങൾ സാറിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അയാളോട് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ച് നോക്കുമോ അത് വെച്ച് അങ്ങനെയാണ് സാറിൻ്റെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളെല്ലാം അതും ഞാനെടുത്താണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് നല്ല രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ സാർ എപ്പോഴും ഈ കംഫർട്ടബിൾ സോൺ സാറിന് ഓക്കെയാണ്. ഞാൻ എടുക്കുമ്പോൾ സാറിന് എന്തോ ഓക്കെയാണ്.